ഹായ് എവ്രി വൺ, നോമ്പ് ഒക്കെ വരുമല്ലേ. അപ്പോൾ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പീസും സ്നാക്സും പുഡിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു റംസാൻ സീരീസ് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പെർഫെക്റ്റായിട്ട് സമൂസയാണ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ റംസാന് നമ്മൾ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരൈറ്റമല്ലേ സ്നാക്സ് ഐറ്റത്തിൽ ഈ സമൂസ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് സമൂസ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂസ ഷീറ്റും നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അത് കഴിഞ്ഞിട്ട് ഒരല്പം ഓയിലും ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ മാവ് നന്നായിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തിക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് അതേ സെയിം പരുവത്തിൽ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാറ്റി വെച്ച ശേഷം നമുക്കതിൽ നിന്ന് പൂരിയുടെ സൈസിന്, അതായത് നമുക്ക് പൂരി പരത്തിയെടുക്കില്ലേ, ആ സൈസിനും ആ ഷേപ്പിനും നമുക്ക് ഓരോ ബോളുകളായിട്ട് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ഞാൻ അധികം ഓവർ ലെയർ കൊടുത്തല്ല കേട്ടോ പരത്തുന്നത്. ഇതിൽ ഞാൻ രണ്ട് പൂരികളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട്, ആ പൂരിയല്ല, രണ്ട് ചപ്പാത്തി പോലെ ആക്കി എടുത്തിട്ട് ആ സൈസിന് വെച്ച് ലെയർ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പൂരിയുടെ മാവ് റെഡിയാക്കി എടുക്കുക. അതുപോലെ സെയിം ഒരു ബോളൂടെ റെഡിയാക്കി എടുത്ത ശേഷം നമുക്ക് ഈ രണ്ട് ബോളും കൂടെ ഒരുമിച്ച് പരത്തിയെടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ അല്പം ഈ മാവിൻ്റെ പുറത്തായിട്ട് ഒരല്പം മൈദാമാവ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തോട്ട് ആവശ്യത്തിനുള്ള ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്, എങ്കിൽ മാത്രമേ ലെയറായിട്ട് ഇളകി വരത്തുള്ളൂ. അപ്പോൾ എല്ലായിടവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആയി കിട്ടത്തക്ക രീതിയിൽ ഓയിലും മൈദാമാവും ചേർത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച പൂരിയുടെ സൈസിനുള്ള മാവില്ലേ, അതുകൂടെ വെച്ച് നമുക്കിങ്ങനെ ലെയർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവ രണ്ടുപേരെയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അത് മാക്സിമം നമുക്ക് എത്ര വലുപ്പത്തിൽ പരത്താൻ പറ്റുമോ അത്രയും വലുപ്പത്തിൽ നമുക്ക് നന്നായിട്ട് അവരെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ലെയറായിട്ട് എത്ര ചപ്പാത്തി വേണോ ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പക്ഷേ ലെയർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തുള്ള മാവ് സെപ്പറേറ്റ് ആയി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം 2-3 ചപ്പാത്തി പോലെ പരത്തി ലെയർ ചെയ്തെടുത്ത് ഒരുമിച്ച് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇതിന് 2-3 ചപ്പാത്തി ഒരുമിച്ചല്ലാണ്ട് തന്നെ ഒരു 10 എണ്ണമൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പരുവത്തിന് നന്നായിട്ട് ഇതുപോലെ ലെയർ ചെയ്ത് പരത്തിയൊക്കെ എടുത്ത് ചുട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് ലെയർ ചെയ്യുമ്പോൾ വൻ ഫ്ലോപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ലെയർ ഇളക്കി എടുക്കുമ്പോൾ ആ പുറം ഭാഗമൊക്കെ അങ്ങ് പെട്ടെന്ന് മൊരിഞ്ഞു പോവുകയും അകത്ത് അത്രമാത്രം കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടാതെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം വീതം വെച്ച് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ സമയവും ഒരുപാട് ലാഭിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ 2 എണ്ണോ അതോ 3 എണ്ണോ അതിൽ കൂടുതൽ വെക്കാണ്ടിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു സജഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കും പോലെ ഇതിനെ നമുക്ക് നന്നായിട്ട് ചുട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് മതിയാവും. അപ്പോൾ തന്നെ നല്ലതായിട്ട് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അധികം ഇട്ട് മൊരിയിച്ച് കളയണ്ട. അതായത് ഇത് മൈദാമാവാണ്. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ലെയറായിട്ട് വിട്ട് കിട്ടും കേട്ടോ. 2 സൈഡും നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടുന്നു. അതായത് ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ കറക്റ്റ് സൈസിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല തിൻ ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും കേട്ടോ. അതായത് നമുക്കറിയാമല്ലോ സമൂസയ്ക്ക് എത്ര സൈസ് വേണം എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പരത്തി നമ്മുടെ കല്ലിൻ്റെയൊക്കെ സൈസിനനുസരിച്ച് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കടയിലൊന്നും പോയി പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തുള്ള സമൂസ ഷീറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സിപ്ലോ കവറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ നമുക്കിത് സെയിം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് മസാല റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഞാനിങ്ങനെ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ മാവ് റെഡിയാക്കി വെക്കുന്ന ആ വെയിറ്റിംഗ് ടൈമിന് തന്നെ നമുക്കിതിനുള്ള മസാല റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈമും അഡ്ജസ്റ്റ് ആയി കിട്ടും കേട്ടോ. അതായത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, ആ സമയത്തിന് നമ്മൾ ഇവിടെ
പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് ഓയിൽ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, ഒരൽപ്പം ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇവരെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ നമുക്കിതിലോട്ടുള്ള പൊടി മസാലകൾ ചേർത്ത് കൊടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി ഇവരെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ പച്ച ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അതായത് ഫ്രോസണും അല്ല, നമ്മുടെ നല്ല പച്ച ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് അധികം വേവിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രൈഡ് ഗ്രീൻ പീസാണ് എടുക്കുകയാണെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ ഏൽപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതായത് അതിൻ്റെ വേഗിനനുസരിച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, ഇത് നല്ലൊരു മസാലയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ മസാല ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ആ സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് സൈഡ് മാറ്റിയൊക്കെ വെച്ചിരുന്നില്ലേ, അതിനെ കൂടെ നമുക്കൊരല്പം ഓയിലിൽ വറുത്തെടുക്കാം കേട്ടോ. ഈ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ഷീറ്റാണ് കേട്ടോ. നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുന്നില്ല, ആ ഷീറ്റ് ഈ മസാലയിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ മസാലയിലോട്ട്. അപ്പോൾ ഇത്രയും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ലിങ്സും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് പൊടിച്ച് നമുക്ക് മസാലയിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയായി. ഇതൊരല്പം തണുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഷീറ്റിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം. അതായത് സമൂസയുടെ ഷേപ്പിനാക്കിയിട്ട് സമൂസയിൽ നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. സമൂസ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരല്പം മൈദാമാവ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ. അതായത് സൈഡൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിയാൽ സമൂസ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത് ഈ ഷീറ്റിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കി ഈ സൈഡൊക്കെ നന്നായിട്ട് ഈ മാവ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ സമൂസ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ഇവരെ കറക്റ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമൂസ ഷീറ്റ് റെഡിയാക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിങ്ങനെ കിട്ടുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലൊക്കെ നമ്മൾ ഈ മാവ് തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ ഇതിനകത്തോട്ട് ഓയിൽ കയറുകയും ചെയ്യും, ഇതെല്ലാം വിട്ടു പോവുകയും ചെയ്യും, മസാല സെപ്പറേറ്റ് ആയി പോവുകയും ചെയ്യും. മസാല ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിൽ മാവൊക്കെ തേച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓരോ സമൂസയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഒരല്പം നേരത്തെയൊക്കെ നമുക്ക് എപ്പോഴാണോ നമ്മൾ ഫ്രീ ആയിരിക്കുന്നത് ഈ സമയത്തൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ ഫ്രൈ ചെയ്യാനുള്ള സമയമാകുമ്പോൾ, അതായത് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ആക്കുന്നതിന്, അതായത് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് മാറ്റി വെക്കണം. തണുപ്പ് മാറിയതിന് ശേഷം വേണം നമ്മൾ ഫ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്യുവാണെങ്കിൽ എടുക്കാനുള്ളത്. അല്ല നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഓയിലിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. സമൂസ ഷീറ്റും ഫ്രീസ് ചെയ്യുവാണെങ്കിൽ എടുത്ത് മാറ്റി വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഓയിലിലോട്ട് ഇടാനായിട്ട്. അതായത് വെള്ളത്തോട് കൂടി അത് തണുപ്പോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ചൂടൊക്കെ ആയി കഴിയുമ്പോൾ വൻ പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കുക. അപ്പോൾ നോക്കിയാൽ നല്ല ഗോൾഡൻ ക്രിസ്പി സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഓയിലൊക്കെ മാറി കിട്ടിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.